അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് പൂവക്കിഴങ്ങ് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിന്ന് വിളവെടുക്കുവാണ്. ഈടെ നല്ല ശല്യം ഉള്ളതുകൊണ്ട് തന്നെ കുറേ ഭാഗത്തേക്ക് കഴിച്ചിട്ടുണ്ട്. അപ്പം ബാക്കി നിൽക്കുന്ന കിഴങ്ങെല്ലാം വിളവെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. വലിയ മുഴുപ്പെത്തിയിട്ടില്ല, പക്ഷേ എങ്കിലും എലി കുറേ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് അങ്ങ് പിഴുത് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിനി ഈ പിഴുതെടുത്ത പൂവക്കിഴങ്ങ് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മളിത് ചതച്ചെടുത്ത് അതിൻ്റെ നീര് നമ്മൾ കലക്കി വെക്കും. ആ കലക്കി വെക്കുന്ന നീര് അടിഞ്ഞ് വരുമ്പോൾ നമ്മളത് ഊറ്റി 2-3 വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം എടുത്താണ് വെയിലത്തിട്ട് ഉണക്കിയാണ് പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ബാക്കി കുറേ കൂടെ ഉണ്ട്, ഇനി ഒരുപാട് പറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പിഴുതെടുക്കാം. പൂവക്കിഴങ്ങ് ഞാൻ വിളവെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ ദിവസം ഇവിടെ നിർത്തിയിരുന്നാൽ ഇത് മൊത്തം എലി കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇനി പിഴുതെടുത്തതാണ്. ഇനി കുറേ തണ്ടൊക്കെ കുറേ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കുറേ പിഴുതെടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് പിഴുതെടുക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്നത് കുറച്ചൊക്കെ പൊടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടേ ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചതച്ചെടുക്കും. എന്നിട്ട് ഇതിൻ്റെ നൂറുണ്ടല്ലോ, അത് നമ്മൾ 2-3 തവണ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ പൊടിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിയാക്കി എടുക്കും. അങ്ങനെയാണ് നമ്മൾ ഈ പൂവക്കിഴങ്ങ് നമ്മളെ പൊടിയാക്കി എടുക്കുന്നത്. അല്ലാതെ അരിഞ്ഞുണക്കിയും എടുക്കാറുണ്ട്. പക്ഷേ നല്ല പൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഈ നമ്മുടെ ഒരപ്പയെന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിനകത്ത് ഉരച്ചിട്ട് അങ്ങനെയും പൊടി കഴുകിയെടുത്തിട്ട് അങ്ങനെയും പൊടി എടുക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഈ ചതച്ചെടുത്തിട്ട് പൊടിയെടുക്കാനാണ് പോകുന്നത്. പൂവപ്പൊടി ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂവപ്പൊടി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാവേ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പിഴുതുകൊണ്ടിരിക്കുക. ബാക്കി കൂടെ നമുക്ക് എടുത്തിട്ട് ഇന്നത്തെ ഈ പരിപാടി അവസാനിപ്പിക്കണം. അതിന് ഇനി ബാക്കി നാളെ എടുക്കണം. അപ്പോൾ ഈ എടുത്തിരിക്കുന്നതൊക്കെ നമ്മൾ ഇനി നാളെ ഇത് വൃത്തിയാക്കി ചതച്ച് പൊടിയാക്കാൻ വേണ്ടിയിട്ടാണ്.